പൊന്നോ ചായ ഉണ്ടേ. ആടെ നിൽക്കുക ഞാൻ അത് എടുക്കുന്ന നിങ്ങൾ കാണില്ല. നിങ്ങൾക്ക് ഒന്ന് ഇത്തിരി ക്ലാസ് കഴിഞ്ഞ വെള്ളം എടുത്ത് ചായ എടുത്തൂടെ? ഞാൻ പണി കഴിഞ്ഞിങ്ങനെ കുഴങ്ങി വന്ന് എന്നെ കൊണ്ട് ഇനി ആവുന്നില്ല. ദിവസം ചായ ഒക്കെ എടുത്തന്നൂടെ? നിങ്ങളെപ്പോലെ ഞാനും പണിക്കൊരു വരിക, അല്ല ഞാൻ അവിടെ വെറുതെ കുത്തിരുന്നൊന്നല്ല. ശരി, എന്നോടല്ല പറഞ്ഞ പൊന്നു. ഇനി ഇത് പാത്രം മുറിക്കെടുക്കുക തിരക്കിട്ട്. പിന്നെ ഞാൻ എന്താക്കണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല കുറച്ച് ചായപ്പൊടി എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് ചായ ആക്കി കുടിച്ചോളാൻ. വെള്ളമുണ്ട്, അതാ തിന്നാൽ ചായപ്പൊടി ഏതാ പഞ്ചസാര ഇതൊന്നും ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഒത്തിരി ചായ എടുത്ത് കുടിക്കാനൊന്നും വേറെ ഒരാളെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും പണിക്ക് പോയി കൊഞ്ഞ് വരുന്നവരല്ലേ, ഒന്നും ആദ്യം മനസ്സിലാക്കണ്ടേ. പഞ്ചസാര വേണേട്ടോളി, വേണ്ടെങ്കിൽ വേണ്ട, അതെല്ലാം ആളുണ്ട്, എടുത്ത് കുടിച്ചോളൂ. നിങ്ങൾ ഉണ്ടാക്കുവോ? ഞാൻ ഉണ്ടാക്കല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ? ചായ കുടിക്കണ്ടേ? എന്നാ പിന്നെ ഉണ്ടാക്കിക്കോളി. വേണം ചായ. അങ്ങനെ ഭാര്യമാർക്ക് ഇത്തിരി ചായയൊക്കെ ഭർത്താക്കന്മാരുണ്ടാക്കി തന്നിട്ട് ഒരേ അഭിമാനം ഒന്നും ആയി പോകുന്നില്ല. അഭിമാനം കേട്ടോ, വലിയ കാര്യം തന്നെ പറയുന്നത്. വലിയ കാര്യമൊന്നുമല്ല, ആ നല്ല കാര്യമാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ സ്റ്റാൻഡേർഡ് പോയി പോകുന്നില്ല. എന്നാ ആയിക്കോട്ടെ, എന്നാ ഞാൻ ചായ ഉണ്ടാക്കാം. എന്നാ ഉണ്ടാക്കി വിടി, നക്കും വേണം ചായ ഉണ്ടാക്കി ചായ കുടിപ്പിച്ചും കൊടുക്കണം. പഞ്ചസാര ഇതൊക്കെ എന്തേത്താണ്? ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കും കിട്ടില്ല. പാത്രമൊക്കെ ഇവിടെ ഫുള്ള് പാത്രമാണല്ലോ. നിങ്ങൾ എന്തെത്തിനാ ഞാൻ ഒരു ചായ എടുത്തരായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നേരത്തിന് ഭർത്താക്കന്മാർക്ക് ചായ എടുത്ത് കൊടുക്കുന്നോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ ഭാര്യമാരുടെ ഉത്തരവാദിത്തമാണ്. ചായ നല്ലോണം ഇളക്കി മധുരമൊക്കെ അങ്ങോട്ട് കൂടട്ടെ. എന്നും ഞാനും അമ്മയും ചായയും ചോറൊക്കെ ആക്കിയിട്ട് നിങ്ങളൊക്കെ വിളിക്കലല്ലേ. ഒരു നേരം നിങ്ങൾക്കൊക്കെ ആക്കി തരുന്നതിനൊന്നുമില്ല. ടോളിനാട് ചായ ഉണ്ടാക്കി തരുന്നില്ല, പാത്രമാണെങ്കിൽ ഒക്കെ പെടുത്തത്. എന്താണ് അവസ്ഥ? ഇനി ആസ്വദിച്ച ചായ അടിക്കട്ടെ. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ചായ അല്ലേ, ആസ്വദിച്ച് കുടിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ ചായക്ക് നിങ്ങൾ ഉണ്ടാക്കിയതിനെ കൊണ്ട്? ഇത് ബോച്ചേൻ്റെ ടീയാ, ബോച്ചേ ടീ. ബോച്ചേ ടീ എത്ര ടിക്കറ്റ് എടുത്തത്? ഒരു 100 കായില്ലേ? കുറേ എടുത്ത്. ബോച്ചെ നമുക്കൊന്നും തരുന്നില്ല. ഒരു 100 രൂപ ബോച്ചെ എപ്പോഴും നിങ്ങൾക്ക് തന്നെ തരുമോ? ആർക്കെങ്കിലും കിട്ടണ്ടേ? എപ്പോഴും നിങ്ങൾക്ക് തന്നെ തന്നാൽ മതിയോ? 10 റുപ്യ അല്ല, ഒരു 100 റുപ്യ ഇടയ്ക്കിടയ്ക്ക് തരലുണ്ട്. പക്ഷെ ഒരു 10 ലക്ഷം തന്നിരുന്നെങ്കിൽ നമ്മളെ കുറച്ച് കടബാധ്യതകൾ തീരുമായിരുന്നു. 10 ലക്ഷം എനിക്ക് നിങ്ങളൊക്കെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ, ഞാൻ പൊളിച്ച 3 മണിക്ക് എണീച്ച് പോകണം. അപ്പോൾ ഇവിടെ വന്ന് പിന്നേക്ക് ആവൂല. നമ്മളെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. നല്ല ബിസ്ക്കറ്റ്, നല്ല ബിസ്ക്കറ്റ്. ചായ പാരി എനിക്ക്. എനിക്കും പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞു തരുന്നില്ലേ? അപ്പോൾ ഒരു ദിവസം എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നൂടെ? നിങ്ങളെന്താ ഇങ്ങനെ? പെണ്ണുങ്ങൾ എടുക്കുന്ന പണിയൊന്നും ഉണ്ടാവില്ലല്ലേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ഇപ്പോൾ പണിക്ക് പോയി വന്ന് നിങ്ങളെപ്പോലെ തന്നെ പണിക്ക് പോയി. രാവിലെ ഞാനും പോയി. ഞാൻ രാവിലെ നേരവട്ടം ഓടലല്ലേ, നിങ്ങൾ കാണല്ലേ? അല്ല, നിങ്ങൾ കാണലില്ല. എന്നാലും എന്തോ ഓട്ടം ഓടിയിട്ടാണ് എനിക്ക് ബസ് ഇട്ടല്. വൈകുന്നേരം ഒന്ന് നിങ്ങൾ കൂട്ടുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ട് നിങ്ങളാക്കി തന്നല്ലേ. ഞങ്ങളൊന്നും ഇഷ്ടമില്ലാണ്ട് നിങ്ങൾ അതായിട്ട് കുടിച്ചോളൂന്ന് പറഞ്ഞാൽ ഇതായിട്ട് കുടിച്ചോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുമോ? പിന്നെ ഞൊടിച്ചിലൊക്കെ ഞാൻ ചെല്ലിയിട്ടേ കുടിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് കുടിക്കൊന്നുമില്ല. മൊത്തത്തിലെല്ലാ എന്താ പറയുക,
എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളൊരു കാര്യമാണ്. എന്താ നിങ്ങൾക്ക് ഇവിടെ പണി, എന്താ നിങ്ങൾക്ക് ഇവിടെ പണി, ഒരു ദിവസം വീട്ടിലത്തെ പണിയെടുത്ത് നോക്കണം, എന്നാൽ നിങ്ങൾക്ക് അറിയാം എന്താ ഇവിടെ പണി. വീട്ടിലത്തെ കാര്യങ്ങളും ജോലിക്ക് പോവുകയും വേണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നത് അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെ. അത് ചെയ്യുന്നവർക്കേ മനസ്സിലാവും. നിങ്ങൾക്ക് പണി കഴിഞ്ഞ് വന്നിങ്ങാണ്ട് തിരുമ്പാനും തുടയ്ക്കാനും അടിച്ചാരാനും മക്കളെ നോക്കാനും പഠിപ്പിക്കാനും ഉറക്കാനും ചോറ് കൊടുക്കാനും ഒക്കെ നിങ്ങളെ കൊണ്ടാകുമോ? നിങ്ങൾ പണി കഴിഞ്ഞ് വന്ന് നിങ്ങൾ അങ്ങനെ അപ്പം തന്നെ കുളിച്ചൊരുങ്ങി നിങ്ങൾ ചായയൊക്കെ കുടിച്ച് നിങ്ങൾ അങ്ങനെ പോയാൽ പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തല്ലേ എത്തുക? നിങ്ങൾ റോഡിൽ മേലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് അല്ലേ? അതെ, ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നല്ല, ഇപ്പം അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും എല്ലാ കാര്യങ്ങളും എന്തും പെണ്ണുങ്ങളും ചെയ്യുന്ന കാലമാണ്. ആണ് പെണ്ണ് എന്നുള്ള ഇതൊന്നുമില്ല ഇപ്പോൾ. എന്താ നമുക്കൊന്നും പറയാനില്ലേ? നിങ്ങൾ ചായ അങ്ങോട്ട് തരിക, ഏതായാലും കുടിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കിയ ചായ ടേസ്റ്റ് നോക്കട്ടെ. എപ്പോഴെങ്കിലും കിട്ടുന്ന ചായ അല്ലേ? ബോച്ചേ കുഴപ്പമില്ല, മധുരം കുറവാണല്ലോ, കടുപ്പവും കുറവാണ്, ഒന്നുമില്ല, ഒരു സുഖമില്ല, ഒരു വാട്ട ചായ. അതങ്ങനെ പറയൂ, ഒരു വാട്ട ചായന്റെ ടേസ്റ്റാ. അതങ്ങനെ പറയൂ. തീരെ നന്നായില്ല. നിങ്ങൾ ചായ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. വെറുതെ ഡയലോഗ് അടിച്ച് നടന്നാ പോലെ, ഒരു ചായ ഉണ്ടാക്കാനൊക്കെ. ശരി, അതാ വരുന്ന ആള്. എന്തേ പപ്പ ചായ ഉണ്ടാക്കി കുറിച്ച് നോക്ക്. പപ്പ ചായ ഉണ്ടാക്കി കുറിച്ച് പാച്ചസ് ബായൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് ചില വീടുകളിലൊക്കെ നടക്കുന്ന കാര്യമായിരിക്കും. എങ്കിലുമൊക്കെ ഒന്ന് അടുക്കളയിലൊക്കെ ഒരു ഭാര്യമാരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. നിങ്ങളൊന്നും ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവരുടെ അടുത്തൊന്ന് പോയി നിന്നാൽ തന്നെ അവർക്ക് അത്രയും സന്തോഷമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.